Hey guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ടൈപ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രിമിറ്റീവ് ടൈപ്സ് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്, t6_primitive types. ഓക്കെ .js ഫയൽ. പ്രിമിറ്റീവ് ടൈപ്സ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിമിറ്റീവ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജാവാസ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ 5 പ്രിമിറ്റീവ് ടൈപ്സ് ഉണ്ട് മെയിനായിട്ട്. ഒന്ന് വന്നിട്ട് സ്ട്രിംഗ് ലിറ്ററൽ, 2 വന്നിട്ട് നമ്പർ ലിറ്ററൽ, 3 വന്നിട്ട് ബൂലിയൻ ലിറ്ററൽ, അതുപോലെ തന്നെ അൺഡിഫൈൻഡ്, പിന്നെ നൾ. അങ്ങനെ ഈ പറയുന്ന 5 ലിറ്ററൽസ് ആണ് മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റിലുള്ള മെയിൻ 5 പ്രിമിറ്റീവ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ ഇവിടെ ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു അഖിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, അത് സ്ട്രിംഗ് ലിറ്ററലാണ്. ഓക്കെ, സ്ട്രിംഗ് ലിറ്ററൽ. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത് ഞാനിപ്പോൾ ഇവിടെ ലെറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തെന്ന് വെച്ചോ. ലെറ്റ് ഏജ് ഈസ് ഈക്വൽ ടു ഞാനിവിടെ 22 കൊടുക്കുന്നു. അപ്പോൾ അതൊരു എന്ത് ലിറ്ററലാവും, നമ്പർ ലിറ്ററലാവും. ഓക്കെ, ഇതൊരു നമ്പർ ലിറ്ററലാണ്. നമ്പർ ലിറ്ററൽ. ഓക്കെ, ഇനി അടുത്ത് ലെറ്റ് ഞാൻ ഈ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, സാധാരണ ബൂലിയൻ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐദർ ട്രൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ് വരും. അതാണ് ബൂലിയൻ ലിറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു ട്രൂ കൊടുത്ത് അതിൻ്റെ അടുത്ത് എന്താ, ഈ സ്റ്റുഡൻ്റ് എന്നുള്ളത് ട്രൂ ആണ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരാം, ലൈക്ക് ഫോൾസ് വരാം. ഓക്കെ, അപ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇത് രണ്ടുമായിരിക്കും ബൂലിയൻ ലിറ്ററൽ വരുന്നത്. ബൂലിയൻ ലിറ്ററൽ. ഓക്കെ, ബൂലിയൻ ലിറ്ററൽ. ഇനി അടുത്ത് വരുന്ന വേറൊരു ലിറ്ററലാണ് അൺഡിഫൈൻഡും നള്ളും. ഓക്കെ, അൺഡിഫൈൻഡ് ലെറ്റ് ഫസ്റ്റ് നെയിം. ഓക്കെ, ഫസ്റ്റ് നെയിം ഞാൻ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു ഈക്വൽ ടു അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഈ അൺഡിഫൈൻഡ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അതായത് ആ ഒരു ഫസ്റ്റ് നെയിം അടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലെറ്റ് സെലക്റ്റഡ് കളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, സെലക്റ്റഡ് കളർ ഈസ് ഈക്വൽ ടു നൾ. ഓക്കെ, അങ്ങനെ ഇത്രയാണ് ബേസിക്കലി നമ്മുടെ പ്രിമിറ്റീവ് ടൈപ്സിൽ വരുന്ന, ജാവാസ്ക്രിപ്റ്റിൽ പ്രിമിറ്റീവ് ടൈപ്സിൽ വരുന്ന 5 മെയിൻ ലിറ്ററൽസ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് ലിറ്ററൽ, നമ്പർ ലിറ്ററൽ, ബൂലിയൻ ലിറ്ററൽ, അൺഡിഫൈൻഡ് ആൻഡ് നൾ. ഓക്കെ, അങ്ങനെ ഈ ഒരു 5 സാധനമാണ് വരുന്നത്. ഇനി ഞാനിത് ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ console.log. ഓക്കെ, console.log നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെയിം പ്രിൻ്റ് ആവും. അപ്പോൾ നമ്മളിത് റൺ ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്, നോഡ് സ്പേസ് T6 അല്ലേ. അപ്പോൾ T6 എന്ന് അടിച്ചിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ സ്ട്രിംഗ് ലിറ്ററിൽ നിന്ന് നോക്കി അഖിലെന്ന് വന്നു. അടുത്ത കേസിൽ ഞാൻ console.log നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഏജ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, console.log. ഓക്കെ, console.log കൊടുത്തിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. ഓക്കെ, സെയിം രീതി തന്നെയാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ സ്റ്റുഡൻറ്റ് അല്ലേ, ഈ സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ വരും. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ. ഇത് സെയിം രീതി തന്നെ ഇനി നിങ്ങൾ ഇവിടെ ഫസ്റ്റ് നെയിമും മറ്റത് കൊടുത്തു കഴിഞ്ഞാലും അൺഡിഫൈൻഡ് എന്നും അതുപോലെ തന്നെ നള്ളെന്നും റെസ്പെക്റ്റീവ്ലി വരുന്നതായിരിക്കും. സെലക്റ്റഡ് കളർ. ഓക്കെ, ഇപ്പം ഇതാണ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റിലുള്ള 5 മെയിൻ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.